Hi everyone. So today we have Alinjos Pereira with us. Hi, welcome to Manchester Media. Hi, madam. Hi. So I just want to ask you something. So are you really Saroj Kumar in real life? I am not a fool, but I am attitude towards Saraj Kumar style. Why? I am a big fan of Saraj Kumar in Udayanagar film. So is it only because of that, or is it because he's an artist? The Srinivasan, the actor in that film, is very well talented performance, but recently Srinivasan performance is very difficult. So I just want to know about something. So recently you have visited Amma Sangamam, that program. So how was your experience at that stage? My experience is very difficult in some situations. I will get a tag for Amma tag. I will get the tag. I will to entry to in front of the hall. But in the step side, I will entry. Some bouncers will attack. Push attack with me. Okay. അപ്പോ ബൗൺസേഴ്സ് എന്നെ കുറിച്ച് കയറാൻ പാടുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോ ആ സമയത്ത് നമുക്ക് കുറച്ച് വിഷമം ഉണ്ടായി. പിന്നീട് ബൗൺസർ മാന്യമായിട്ട് പറഞ്ഞു വന്നു, കാരണം നമുക്ക് ഡയറക്ടൊക്കെ വരും, അപ്പൊ അവർക്ക് ചിലപ്പോൾ അത് ഓക്കെ ആവൂല, താങ്കൾ വന്നു കഴിഞ്ഞാൽ അത് വിഷയമാവും അവിടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കിത് ഭയങ്കരമായിട്ട് സാഡായിട്ട് വന്നു. But I heard that the music director Stephen Davis they have addressed you as Alinji in front of these people. So is it a big achievement for you? Yes, definitely. Because the Lalatan and Mamuka Dilipatan stage performance, personally, the Stephen Davis is best playback singer and music in the stage performance. Award night. A big best talented person only must be they attend. But I will go the machine wedding with media presence, and I will stand in front of the Stephen Davis sir, and I will go to sir will call me, Stephen sir will call me, then I will go, and then I will use small steps I will do. Yeah. So you have. I want to talk to Amma. One thing I will tell. Amma program. I will go. Some precious moments are there in there, because Larata Mamuka I will see with a 10-meter distance. It's very good things. I will watch with the 10-meter distance. Then Suresh Gopi sir I will meet with the 1-meter distance. I will shake hand with you. Very good looking to me. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി സാർ എന്നെ കണ്ടപ്പോൾ നല്ല രീതിയിലുള്ള ചെറിയൊരു പുഞ്ചിരി ചിരിച്ചു. കാരണം അവരെപ്പോഴും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഒരു കോമാളി ആയിട്ടുള്ള ആൾക്കാർ കാണുന്നു, മനസ്സിലായോ? അവരുടെ കാരണം ജയസൂര്യ ആണെങ്കിലും എന്നെ കണ്ടപ്പോൾ നല്ല രീതിയിൽ നമ്മളെ രീതിയിൽ മനസ്സിലായോ? കൂടുതൽ വർത്താനത്തിലേക്കെല്ലാം നമ്മളെ പോകില്ല. പിന്നെ ചാക്കോച്ചാണെങ്കിലും അറിയാം, ആ രീതിയിൽ കണ്ട് കൈ കൊടുത്തിരുന്നു. കാരണം കൈ കൊടുത്തിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. യദുകൃഷ്ണനൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഹരീഷ് കണാരൊന്നും വലിയൊരു ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നില്ല. കാരണം ഹരീഷ് കണാർ അവിടെ കൊടുത്തു. പക്ഷെ എല്ലാ ആൾക്കാരും ഒരേപോലെ അല്ലല്ലോ. അപ്പൊ വേറെ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ബിബിൻ ജോർജ് ചേട്ടൻ. ബിബിൻ ജോർജ് ചേട്ടനെ കണ്ടപ്പോ നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ചു. കാരണം നീ ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെട്ട് സിനിമയ്ക്ക് വേണ്ടി കയറാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ ഇറങ്ങിയത്. നിന്റെ ഓരോ വിജയത്തിനും പരാജയത്തിനും ഞാൻ നോക്കി കാണുന്നുണ്ട്. അപ്പോ സപ്പോർട്ട് ഉണ്ടാവുന്ന രീതിയിൽ പറഞ്ഞത് അതൊക്കെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയാം. കാരണം മക്കം എന്ന് പറയുന്ന ഒരു പടം റൈറ്റ് ചെയ്തു. പിന്നെ ബോംബെ എന്നുള്ള സിനിമ നായകനായി. പിന്നെ ഒരു മാർഗംകളി, പിന്നെന്താണ് ഈ അടുത്ത് ബാഡ് ബോയ്സിലൊക്കെ നല്ല വേഷം ചെയ്തു. അങ്ങനത്തെ ഒരു വ്യക്തി ബിപിൻ ജോർജ് നമ്മളെ കാണുമ്പോൾ അടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഫോൺ വിളിച്ച് ഞാൻ എടുക്കുമ്പോൾ അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വ്യക്തികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം ഈ നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, മമ്മൂക്കാലാലുണ്ട്, ദിലീപേട്ടൻ. അപ്പൊ ദിലീപേട്ടന്റെ കൂടെയൊക്കെ അഭിനയിച്ച വ്യക്തിയാണ് ബിപിൻ ജോർജ്. ചില്ലറക്കാരനല്ല. കാരണം പുള്ളിയായിട്ട് പരിചയമുണ്ടെന്ന് പറയുമ്പോൾ ചിലർക്ക് കുറിച്ചൊന്നും തോന്നും.
പക്ഷെ ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം പുള്ളിക്ക് എന്തോ കാലിലെന്തോ ഒരു പെയിൻ ഉണ്ട്. അത് അറിയൊക്കെയല്ല, അത് പെയിൻ ഉണ്ടെങ്കിൽ പോലും പുള്ളി അഭിനയിക്കുന്നുണ്ട്. പക്ഷെ വെൽക്കം ടു സെൻട്രൽ ജയിലില് പുള്ളി അഭിനയിച്ചിരുന്നു ബിബി ജോർജ്. പിന്നെ കട്ടപ്പന റോഷനിൽ അഭിനയിച്ചിരുന്നു. പിന്നെ ഷൈലോക്കിൽ അഭിനയിച്ചിരുന്നു മമ്മൂക്കാന്റെ ഒപ്പം. പിന്നെ ലാലേട്ടനൊപ്പം ഏതൊരു മൂവിയിൽ ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ പുള്ളിക്കും എന്നെ അകത്തേക്ക് വിളിക്കണമെന്നും ആൾക്കാർ നടന്മാരെ കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ലല്ലോ. മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത മെമ്പറൊന്നും അല്ലാത്ത ആൾക്കാർക്ക് So do you want to take a membership in Amma? No, because I will do. നമ്മള് ഒരു 1 ഇയറിനുള്ളിൽ എന്തായാലും 3-4 മൂവി ചെയ്യുന്നുണ്ട്. കാരണം 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഡയലോഗ് പറഞ്ഞാൽ മാത്രമേ അമ്മ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ 3-4 മിനിറ്റ് ഒക്കെ ഡയലോഗ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരുന്ന സിനിമകളൊക്കെ സർവീസിലേക്ക് ഉണ്ട്. അപ്പോ ഇനി സിനിമകള് കംപ്ലീറ്റ് നമ്മള് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ചിലപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കാം. Are you part of any other film association other than Amma? No association. I will just the director before the review time, the film coordinator will be called me to acting films. But this time today, this 2023-24 year, the directors and the writers will be called me to act the films. In Bad Boys, Omar Lulu sir will contact me to act in Bad Boys. No associate and controllers not call me. I will not contact the associations. Like, is there any group other than Amma? I will know all associates. FEFA associates, I will know. Are you the part of any of this group? I am not the part of any one association, but they are sometimes friends. But after some years, certainly they are get me a member of the all unions. So some people, like many people are recognizing you. Then why some people are attacking you? Film is a magical world. സ്വപ്നലോകം എന്ന് പറയാം. അപ്പോ അതില് ഒരുപാട് പേർക്ക് എന്താ പറയാ, ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു മകനോട് ഇഷ്ടം തോന്നും എന്ന് പറഞ്ഞ് ഒരു നാട്ടിൻ പുറത്തെ അല്ലെങ്കിൽ വീടിന് പുറത്തെ നാട്ടുകാർക്ക് ഒരു വ്യക്തിയെ അത് ഉൾക്കൊള്ളണമെന്നില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രക്തബന്ധത്തിലോ ഉള്ള അമ്മക്കും അച്ഛനും ഫാമിലി ഉണ്ടാവും. അവർക്ക് നമ്മളെ വലിയൊരു കാര്യമല്ല. എന്നെ കാണുമ്പോഴേ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ബഹുമാനിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കാറുണ്ട്, പക്ഷെ തിരിച്ചു കിട്ടുന്ന എന്താ പറയാ, തേങ്ങാപ്പുണ്ണാക്കെന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെ രീതിയിലാണ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. കാരണം നമ്മള് നമ്മള് മോശം കണ്ണിലോ മോശം രീതിയിലോ പെരുമാറിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ നമ്മളെ ഫിലിം കരിയർ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പല ബന്ധുക്കൾക്കും അത് നമ്മള് കണ്ടില്ല കേട്ടില്ല ഒന്നും നിറയ്ക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ വിൽ ഡിസൈഡ്, ഐ വിൽ ഓൺ മൈ പാഷൻ. ഞാൻ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. അത് എന്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതില് പുറത്തേക്ക് ഉണ്ടാകുന്നത് നമുക്ക് അവിടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആദ്യം പ്രണയിച്ച പെൺകുട്ടി മേഹ എസ് നായർ. ആ പെൺകുട്ടിക്ക് ദിലീപേട്ടനെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ദിലീപേട്ടന്റെ സിനിമകൾ കാണാണ്ടിരുന്നിട്ടില്ല. മനസ്സിലായോ?